വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെയധികം രസകരമായ ഒരു പ്രണയ സ്റ്റോറിയാണ് ഈ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടാതെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പ്രണയം ചിലർക്ക് അതൊരു വസന്തമാണ്, എന്നാൽ ആഘോഷമാണ്. മറ്റു ചിലർക്കോ അതൊരു ഹലാക്കാണ്. സർവവും തകർത്തെറിയുന്ന ഒരു തരം നാശം. പ്രണയത്തിന്റെ ഈ രണ്ട് മുഖങ്ങളെയും വരച്ചു കാട്ടുന്ന മലയാളി വായനക്കാരുടെ ഹൃദയം കീഴടക്കിയ ഒരു നോവലാണ് നസീഫ് കലയത്തിന്റെ ഖദീജ. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അബൂക്കർ എന്ന യുവാവിന്റെ ജീവിതത്തിലെ പ്രണയത്തെക്കുറിച്ചാണ്. അവന്റെ തീവ്രമായ ആദ്യ പ്രണയമായ ആയിഷയെക്കുറിച്ചും പിന്നീട് ഒരു സാന്ത്വനം പോലെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ഖദീജയെക്കുറിച്ചും. ഖദീജ എന്ന ഈ നോവലിന്റെ കഥയിലേക്കും അതിന്റെ ആത്മാവിലേക്കും നമുക്ക് കടന്നു ചെല്ലാം. കഥയുടെ കേന്ദ്ര കഥാപാത്രം അബൂക്കർ. നമ്മൾ സ്നേഹത്തോടെ അബൂക്ക് എന്ന് വിളിക്കുന്ന ചെറുപ്പക്കാരനാണ്. അവന്റെ ലോകം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അവന്റെ സഹപാഠിയായ ആയിഷയിലാണ്. അതൊരു സാധാരണ കൗമാര പ്രണയമായിരുന്നില്ല. ആയിഷയുടെ ഓരോ വാക്കും നോട്ടവും അവനൊരു ലഹരിയായിരുന്നു. അവളുടെ ഇഷ്ടങ്ങൾക്കു വേണ്ടി അവൻ ജീവിച്ചു. അവളുടെ ലോകത്ത് അവൻ അവനെ തന്നെ മറന്നു. അവരുടെ പ്രണയം ആ കാമ്പസിലെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. എന്നാൽ എല്ലാ പ്രണയകഥകളും പൂർണ്ണമാവണമെന്നില്ലല്ലോ. അബൂക്കിന്റെ പ്രണയം പലപ്പോഴും ഏകപക്ഷീയമായ ഒരു സാധാരണയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ആയിഷയുടെ മനസ്സ് പൂർണ്ണമായി അവന് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പല കാരണങ്ങൾ കൊണ്ട് ആ ബന്ധം ഒരു പരാജയമായി മാറി. ആദ്യ പ്രണയത്തിന്റെ ആഘാതം അബൂക്കിനെ തകർത്തു കളഞ്ഞു. അവന്റെ ജീവിതം ശൂന്യമായി. അവൻ ഒറ്റപ്പെട്ടു. പ്രണയം അവനൊരു ഹലാക്ക് അഥവാ നാശം തന്നെയായിരുന്നു. ആയിഷയുടെ ഓർമ്മകളിൽ നീറിപ്പുകഞ്ഞു കഴിയുന്ന അബൂക്കിന്റെ ജീവിതത്തിലേക്ക് ഒരു നിയോഗം പോലെ ഖദീജ കടന്നു വരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. മനസ്സിലെ മനസ്സോടെയാണ് അബൂക്ക് അവിടെ ഇരിക്കുന്നത്. അവന്റെ ഹൃദയത്തിൽ അപ്പോഴും ആയിഷയായിരുന്നു. എന്നാൽ ഖദീജ വ്യത്യസ്തയായിരുന്നു. അവൾ അബൂക്കിന്റെ ഭൂതകാലത്തെ അറിഞ്ഞു. അവന്റെ ഉള്ളിലെ മുറിവ് തിരിച്ചറിഞ്ഞു. അവനെ മാറ്റാനോ ചോദ്യം ചെയ്യാനോ അവൾ ശ്രമിച്ചില്ല. പകരം ഒരു പുഴ പോലെ ശാന്തമായി അവൾ അവന്റെ ജീവിതത്തിലേക്ക് ഒഴുകി തുടങ്ങി. അവരുടെ വിവാഹം കഴിഞ്ഞതോടെ അബൂക്കിന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിച്ചു. ആയിഷയുടെ പ്രണയം തീയും കാറ്റുമായിരുന്നെങ്കിൽ ഖദീജയുടെ പ്രണയം നിലാവും തണലുമായിരുന്നു. നോവലിസ്റ്റ് പറയുന്നത് പോലെ അതൊരു മൈലാഞ്ചി മണമുള്ള പ്രണയമായിരുന്നു. അതിന്റെ സൗന്ദര്യം അതിന്റെ ലാളിത്യത്തിലായിരുന്നു. ഖദീജയുടെ നിശബ്ദമായ കരുതലും സ്നേഹവും പതിയെ പതിയെ അബൂക്കിന്റെ ഹൃദയത്തിലെ മുറിവുണക്കി. അവൾ വെറുമൊരു ഭാര്യയായിരുന്നില്ല, അവന്റെ ജീവന്റെ പാതിയായിരുന്നു. പ്രണയം എന്നത് ആവേശങ്ങൾ മാത്രമല്ല, പരസ്പരമുള്ള മനസ്സിലാക്കലും കരുതലും കൂടിയാണെന്ന് അവൻ ഖദീജയിലൂടെ പഠിച്ചു. ആയിഷ എന്ന ഹലാക്കിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയ സ്നേഹമായിരുന്നു ഖദീജ. അപ്പോൾ ഇതാണ് ഖദീജ എന്ന നോവൽ മുന്നോട്ട് വെക്കുന്ന കഥ. പ്രണയത്തിന്റെ രണ്ട് തലങ്ങളെ ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. എല്ലാം മറന്നുള്ള തീവ്രമായ പ്രണയം, രണ്ട് ജീവിതയാത്രയിൽ താങ്ങും തണലുമാകുന്ന പക്വമായ പ്രണയം. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയം ഒരു ഹലാക്കായിരുന്നോ, അതോ ഖദീജയെ പോലെ ഒരു സാന്ത്വനമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ പുസ്തക വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ. Yeah.